ഇതാ ഞാനൊക്കെ വെട്ടി കഴിക്കുന്നത്. നാപ്പറ്റ കൊണ്ട അമ്മ എന്താ കറി വെക്കുന്നേ? മീൻ കറി വെക്കാൻ ആകോലിയാന്നല്ല. ആകൂല. ഞാൻ കുടിയലിന് പോയിട്ട് വരട്ടെ. ഏത് കുടിയല്? മാവിച്ചേരിയാണ് പയ്യന്നൂര്. മാവിച്ചേരി പയ്യന്നൂര്. ആ അമ്മ ഞാനായിട്ട് ചോറ് കൊടുക്കണമ്മേ. ഞാൻ കൊടുത്തോളോളെ. ഞാനൊക്കെ ഞാൻ മുറിക്കാൻ കൂടണോ? വേണ്ട, ഞാൻ അടുപ്പ് കത്തിച്ചോ. ഞാൻ അടുപ്പ് കത്തിച്ചു. ഇങ്ങോട്ട് ഇക്കറ അങ്ങനെ നിക്കുന്നത്. ആക്കി ഞാനൊക്കെ ചക്കന് ഇപ്പൊ ഉണ്ണാൻ വരും. ഉണ്ണാനുള്ള സമയമാ 11 മണിയെല്ലാം ആയിട്ടുള്ളൂ. ഇപ്പൊ മോൻ ഉണ്ണാൻ പറ്റുന്നുണ്ട്. ഒന്ന് തിരക്കാൻ നിങ്ങക്ക്. ഓൻ എപ്പങ്ങനെ ഉണ്ണാൻ പറ്റില്ലോ. ഹലോ, നമസ്കാരേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭക്ഷണം തറവാട്ടുന്നാവും കേട്ടാ. അപ്പൊ ലത ഒരു കുടിയലിന് പോയിട്ടായില്ലേ, ലതയും നഷ്ടം കൂടിയിട്ട് അവള് ട്യൂഷന് പോയിട്ടായില്ലേ. അപ്പൊ ഞാൻ തറവാട്ടിൽ പോയി നോക്കട്ടെ, എന്നാ അച്ഛനും അമ്മയും ചെയ്യുന്ന നോക്കട്ടെ. അമ്മ എന്താ പരിപാടി? മീൻകറി ആക്കനാ? ഉള്ളി, തക്കാളി, വെളുത്തുള്ളി ഇതെല്ലാം അമ്മ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. എന്നാ മീൻ കിട്ടിയമ്മ? ആവോലിയാ? അവിടെ മസാല ഇതാക്കി വെച്ചിട്ടുണ്ടല്ലേ? ചെറിയ കോലി ആവുന്നല്ലോ അല്ലേ? ലതയും കൂട്ടി വന്നിട്ടേ ഒക്കെ കുടിയലുണ്ട്. കുടിയല് ഓളെ കൂട്ടുകാരിയുടെ കുടിയലാണ്. ഷീനില്ലേ, ഷീന, ആ ഷീനരെ നഷ്ടം പോയിനി. എന്നാ കുറച്ച് കരിയാപ്പില കത്തിച്ചോടെ. ഓ, കറിവേപ്പില ഉണ്ടമ്മേ, എന്നാ പഠിക്കാം. ഓ, അച്ഛൻ നേരത്തെ തീ കത്തിച്ചു വെച്ചുവാ. തീ കത്തിച്ചു വെച്ചാ? തീ കത്തിച്ചുവാ? കറിയാവുന്ന മുമ്പേ തീ കത്തിച്ചുവാ? അതെയാ? അമ്മ കറിവേപ്പില ഇതാ ചട്ടി വെച്ച് കൊടുത്തക്കല്ലമ്മ. പിന്നെ ചട്ടി വെക്കാന്നേ മതി വെച്ചാ. അപ്പോൾ അമ്മ മീൻകറിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി ചതച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, വലിയ സവാള അല്ല അമ്മ, സവാള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ മീൻകറി തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടായി അല്ല അമ്മ? വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. അമ്മ ചൂടായിട്ടുണ്ടാവുക? ഉലുവ ഇട്ടാ? ആദ്യം ഉലുവ ഇടുന്നുണ്ട്. ചൂടായിട്ടാവുന്നമ്മേ, മൂത്തമ്മേ, ഉലുവത്തിനെയാ. അടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അമ്മ. വെളുത്തുള്ളി ഇഞ്ചി അല്ലേ? മൂക്ക്. അടുത്ത നമ്മുടെ സവാള അല്ലേ? തക്കാളി മുന്നിട്ടുണ്ട് നമ്മ, സാരില്ല. കറിവേപ്പില്ല അല്ലേ? ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ചും കൂടി ഇടുന്നുണ്ട്, എന്നാൽ പിന്നെ ഉള്ളി വേഗം വാടി വരും ചെയ്യും. തക്കാളി ഇട്ടാ? അടുത്ത നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കണ്ടേ. നല്ല പഴുത്ത തക്കാളി തന്നെയല്ലോ അല്ലേ? ഇനി നമ്മുടെ മസാല പൊടിച്ച നമ്മളെ മീൻ ഇതിലേക്ക് ഒന്നിളക്കല്ലമ്മ. അടച്ചു കൊടുക്കല്ലമ്മ, അടച്ചോ അടച്ചോ. വേവട്ടല്ലേ?
അച്ഛാ ഓണം കഴിഞ്ഞാൽ ക്ഷീണം കൂടിയെന്നാണല്ലേ പറയുന്നത് അല്ലേ? ഓണം കഴിഞ്ഞാൽ ക്ഷീണം കൂടിയെന്നല്ലേ പറയുന്നത്? അതെ, ഓണം കഴിഞ്ഞാൽ ക്ഷീണം കൂടി. അത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതായിട്ടാണ്, പായസം കുടിക്കുന്നതായിട്ടാണ്. കൂടുതൽ ആഹാരം കഴിക്കുമ്പം പിന്നെ പിറ്റന്നാളൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പൊ ക്ഷീണം തന്നെ. ക്ഷീണം അല്ലേ? ആ അമ്മ പായസം കുടിച്ചിട്ടേ എന്താ? എന്താ അത് കൊറേ കറിയലായിട്ടാണ്, കൊറേ കറിയലായിട്ടാണ്. 2 കറിയേ ഉണ്ടാകാൻ പാടുള്ളൂ, എന്നാലേ നല്ല വൃത്തി കഴിക്കാൻ കഴിയില്ല ചോറ് അല്ലേ? കൊറേ കറി കൂട്ടുമ്പോ പിന്നെ ചോറ് കഴിക്കാനാവൂലല്ലേ? അച്ഛാ കറി എന്തായി? ബന്ധുവാ കറി ബന്ധുവായി. ബന്ധുവാ ബന്ധു മീൻകറി വേക്കാവൂല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ കറി ഇരുന്ന് ഏകദേശം ബന്ധു. അമ്മ ഏകദേശം ബന്ധു കേട്ടാ, അമ്മേ ബന്ധുവേ. ഇപ്പം ലാസ്റ്റ് അച്ഛനും ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇടാൻ അല്ല അച്ഛാ? നല്ല കറിവേപ്പിലയാണ്, നല്ല പറഞ്ഞിട്ട് അച്ഛാ കളയണ്ട. ആ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇത് കിടന്നിട്ടൊന്ന് പോകും. അമ്മേനെ വെളിച്ചെണ്ണ നോക്കണ്ടല്ലോ അല്ലേ? അതിന് വേണ്ടല്ലോ അല്ലേ? പിന്നെ വെളിച്ചെണ്ണ നോക്കണ്ട. എന്താ അയ്യല്ലേ? ലേശം നോട്ടെന്നാല് മതി മതി മതി. നല്ല ഉണ്ട് തക്കാളി, നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് പുളിയുണ്ട് അല്ലേ? പുളിയുണ്ട്. എന്നാ പിന്നെ എടുത്തു നോക്കല്ലേ അമ്മേ? അങ്ങനെ അമ്മേനെ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി കറിയാണ്. ഓക്കെ അച്ഛൻ എന്നാ ഭക്ഷണം കഴിക്കാം, ഊണ് കഴിക്കാം. ഭക്ഷണം കഴിക്കുന്നേ. എന്നാ പിന്നെ ഊണ് കഴിക്കാം. അമ്മ ചോറിലും വിളമ്പുന്നുണ്ട്. അമ്മ ചോറ് കുറച്ച് മതി, ഇതാക്കാന്ന് നമുക്ക് ഇത്ര ഒന്നും വേണ്ട, കുറച്ച് ഓർമ്മിക്കോ. ഇത്ര വേണ്ട. മീൻകറി അച്ഛനാ വിളമ്പുന്നത്. ഒരു കഷ്ണം ചാറ് ആക്കിക്കാൻ മതി. കറി അമ്മ കൊടുത്തിട്ടാ? കറി അമ്മ കൊടുത്തിട്ടേ? അമ്മക്ക് കറി കിട്ടിയിട്ടാ? മറ്റേ കറി മറ്റേ കറി അമ്മ കിട്ടിയിട്ടാ? കഴിച്ചോ കഴിച്ചോ. അമ്മേടെ കറി അമ്മ രസമുണ്ടമ്മേ? രസമുണ്ടാ കറി? രസമുണ്ടാ അമ്മേരെ? രസമുണ്ടാ? എന്താ അധികം മറ്റേ തക്കാളി മാത്രമല്ല ഇട്ടിട്ട്, മറ്റേ പുളി ഇട്ടിട്ടല്ല അല്ലേ? പക്ഷെ ഇത് അധികം പുളി ഇട്ടാൽ രസം ഉണ്ടാവില്ല അല്ലേ ഇങ്ങനത്തെ മീൻ അല്ലമ്മേ? എന്നാ പിന്നെ ഞാനും കഴിക്കട്ടെ. നല്ല കാര്യം തന്നെ, അല്ലല്ലേ? സുഖമല്ല. ഇങ്ങനത്തെ മീൻ ഇങ്ങനെ വെക്കണ്ടല്ലോ മേ അല്ലേ? നമ്മളെ കഴിക്കട്ടെ, നമ്മളെ താട്ടോട്ടെ. താട്ട ഓക്കെ.